السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك أستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂലു സലാസ എന്ന നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചതിന് ശേഷം മനുഷ്യരെ പിന്നെയും ജീവിപ്പിക്കും, അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിലെ അടിത്തറയായിട്ടുള്ള ബഅസിനെ നിഷേധിക്കുന്നവർക്ക് ഖുർആനിലെ ആയത്ത് കൊണ്ട് മറുപടി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവുകളും പാഠങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടും, അവിടെ വിചാരണയുണ്ടാകും, സ്വർഗനരകങ്ങൾ വിധിക്കപ്പെടും. ആ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. വമൻ കദ്ദബ ബിൽ ബഅസി കഫറ. കിതാബ് കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക. വലൈക്കും അസ്സലാം. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന വാചകം ഇതാണ്: വമൻ കദ്ദബ ബിൽ ബഅസി കഫറ. ആരാണോ മരിച്ചതിന് ശേഷം പിന്നെയും ജീവിക്കും, പുനരുത്ഥാനം അതിൽ കളവാക്കിയതാരാണോ, അതിനെ കളവാക്കിയതാരാണോ, നിഷേധിച്ചതാരാണോ, കഫർ, അവൻ കാഫിറായിത്തീരുന്നു. വദ്ദലീലു ഖൗലുഹു തആല. അത് ഷെയ്ഖിന്റെ വാചകമല്ല, മറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതിനുള്ള തെളിവ് ഖുർആനാണ്. അള്ളാഹു സൂറത്തു തഗാബുനിലെ 7-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു: സഅമല്ലദീന കഫറു അല്ല യുബ്അസു. സത്യനിഷേധികൾ, കുഫാറുകൾ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇസ്ലാമിനെയും കളവാക്കുന്നവർ, അവർ വാദിക്കുന്നു, അല്ല യുബ്അസു, ഞങ്ങൾ മരിച്ചതിന് ശേഷം പിന്നെയും ജീവിക്കുകയില്ല തന്നെ. അതവരുടെ വാദമാണ്. അല്ലദീന കഫറു, നിഷേധികൾ, അവിശ്വാസികൾ എന്ന് പറഞ്ഞ് അള്ളാഹു വിശേഷിപ്പിച്ചവരുടെ വാദമാണിത്. മരിച്ചതിന് ശേഷം ഇനി ജീവിക്കുകയില്ല. അല്ല യുബ്അസു. ഖുൽ, പറയുക നബിയെ, ബല, അല്ല, കാര്യം ഇങ്ങനെയാണ്. വറബ്ബി, എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുക നബിയെ. വലൈക്കും അസ്സലാം. ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ആയത്ത് കണ്ടാൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലതുബ്അസുന്ന, ഒരു ശദ്ദുള്ള നൂന് അതിൻ്റെ അവസാനമുണ്ട്. സുമ്മ ലതുനബ്ബഉന്ന അവിടെയുണ്ട്. ആ നൂനിന് തൗക്കീദിന്റെ നൂൻ എന്നാണ് പറയാ. അതായത് അങ്ങനെ നൂന് പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പദപ്രയോഗം നടത്തിയാൽ അത് ഉറപ്പാണെന്നാണ്. അതിൽ യാതൊരു സംശയത്തിനും വകയില്ല എന്നതാണ്. അങ്ങനെ അല്ലാഹു കട്ടായം പറയുകയാണ്. ഖുൽ ബലാ വറബ്ബി, പറയുക നബിയെ, മരിച്ചതിന് ശേഷം ഇനി ജീവിക്കുകയില്ല എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള കുഫാറുകളോട് പറയുക നബിയെ, തൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹു സത്യം, അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, അവർ പ്രവർത്തിച്ചത് അവർക്ക് വിവരമറിയിക്കുക തന്നെ ചെയ്യും. അവരെന്താണ്, നന്മയാണോ പ്രവർത്തിച്ചത്, ആ നന്മകൾ അവർ കാണും. അവർ വിചാരണ ചെയ്യപ്പെടും. അവരുടെ നന്മയും തിന്മയും തുലാസിലേറ്റപ്പെടും. അതവർ കാണും. അവരുടെ കർമ്മരേഖകൾ അവരുടെ കരങ്ങളിൽ ലഭിക്കപ്പെടും. വദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിനത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്.
അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല അത്. അള്ളാഹുവിന് അസാധ്യമല്ല, അള്ളാഹുവിന് എളുപ്പം സാധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്ന സാക്ഷാൽ അവിടുത്തെ കാലഘട്ടത്തിലെ മക്ക മുശ്രിക്കുകളോട്, കുഫാറുകളോട് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് എക്കാലത്തെയും കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും വിശ്വാസമാണ്. ഒരുപക്ഷെ അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, എല്ലാം സൃഷ്ടിച്ചവനായൊരു സ്രഷ്ടാവുണ്ട്, നിയന്താവുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവരിലുണ്ടാകും, മുശ്രിക്കുകളിലും കുഫാറുകളിലും ഉണ്ടാകും. പക്ഷേ മരിച്ചതിന് ശേഷം പിന്നെയും ജീവിക്കപ്പെടും, അവിടെ വിചാരണയുണ്ട്, സ്വർഗനരകങ്ങളുണ്ട്. ഈ വിഷയത്തിൽ അവർ കടുത്ത നിഷേധത്തിലായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ കുഫാറുകളുടെ വാദത്തെ ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവർ അള്ളാഹുവിനെ പിടിച്ചു സത്യം ചെയ്തുകൊണ്ട് ശക്തമായ സത്യം ചെയ്യുന്നതാണ്. വഅഖ്സമു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക, ജഹ്ദ ഐമാനിഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത രൂപത്തിൽ അനിഷേധ്യമായ സത്യം. അങ്ങനെ അവർ ഉറപ്പിച്ച് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയും. എന്താ പറയാ? ലാ യബ്അസുല്ലാഹു മൻ യമൂത്, അള്ളാഹു മരിപ്പിച്ചവരെ പിന്നെ ജീവിപ്പിക്കുകയില്ല തന്നെ എന്ന് കുഫാറുകൾ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തു പറയുന്നു, മക്ക മുശ്രിക്കുകൾ. അള്ളാഹു മറുപടി പറയുന്നു, ബലാ വഅദൻ അലൈഹി ഹഖൻ, അങ്ങനെയല്ല കാര്യം. അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്, അള്ളാഹു വാക്കേറ്റ കാര്യമാണ്. അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും, ഹഖൻ, അതിൽ യാതൊരു സംശയവും വേണ്ട. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും അവരറിയുന്നില്ല, അതിനെക്കുറിച്ച് വിവരമില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ മുശ്രിക്കുകളുടെ, കുഫാറുകളുടെ പൊതു സ്വഭാവമാണ് മരണാനന്തര ജീവിതത്തെ അവരെ നിഷേധിക്കുക. അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, അതിൻ്റെ ഒരു വശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മരണാനന്തര ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് എന്താ പറയാ, അവതാര സങ്കല്പം, പിന്നെന്താണ്, വേറെന്തൊരു പ്രയോഗമുണ്ട്, പിന്നെ വേറൊരു ജീവിയായി പിന്നീട് ജീവിക്കും. ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ മനുഷ്യനാണെങ്കിൽ അതിനെന്താ പറയാ, പുനർജന്മ വിശ്വാസം, പുനർജന്മ സിദ്ധാന്തം, ഇങ്ങനെ പലതും കൊണ്ട് നടക്കുന്നത് കാണാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നത്. അപ്പോൾ ആരാണോ മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്, അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടലുണ്ട്, അവിടെ വിചാരണയുണ്ട്, ചെയ്ത നന്മകൾക്ക് അടിസ്ഥാനത്തിൽ സ്വർഗം വിധിക്കപ്പെടും, തിന്മകളാണോ അധികരിച്ചത് നരകം വിധിക്കപ്പെടും. ഇത് ആരാണോ ഈ വിശ്വാസത്തിൽ സംശയം കുടുങ്ങിയത്, അത് ഏറ്റുപറയൊന്നും വേണ്ട, അതനുസരിച്ച് പ്രവർത്തിക്കും വേണ്ട, അവൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ഒരു സംശയത്തിൻ്റെ പുഴുക്കുത്തുണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഫഖദ് കഫർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കുഫാറുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മനസ്സിലൊരു സംശയം, എന്നാലും മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കോ, അവിടെ പിന്നെ മരിക്കാതെ ജീവിക്കോ, എങ്ങനെയാണ് നമ്മുടെ അമലുകളൊക്കെ തുലാസിലേറ്റുക, എങ്ങനെയാണ് അവിടെ വിചാരണ ഉണ്ടാകുക? സംശയമുണ്ടായാൽ മതി. ഒരു സംശയത്തിൻ്റെ കറവാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്, അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതമെന്ന് ഖുർആനിലെ വ്യത്യസ്ത ആയത്തുകളിലൂടെ 3 രൂപത്തിൽ ബുദ്ധിപരമായി അള്ളാഹു തെളിവുകൾ സ്ഥാപിക്കുന്നുണ്ട്. എങ്ങനെ? മരിച്ചതിന് ശേഷം ഇനിയും നമ്മൾ ജീവിക്കും, അതാണ് യഥാർത്ഥ ജീവിതം എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ പുനരുത്ഥാന വിശ്വാസത്തെ ബുദ്ധിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിൽ അല്ലാഹു ഖുർആനിലൂടെ സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഒരാൾ ഉറച്ചു വിശ്വസിച്ചാൽ അവന് ഒരിക്കലും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സംശയമുണ്ടാകുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ തെളിവുകൾ അവൻ മനസ്സിലാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവ്വ മനുഷ്യരും മരിച്ചതിന് ശേഷം അവരെ ജീവിപ്പിക്കുക എന്നത് എളുപ്പം സാധിക്കും, അവൻ അസാധ്യമായൊരു കാര്യമല്ല എന്നതവന് ബോധ്യപ്പെടുമെന്നാണ്.
അതിലൊന്നാമത്തെ തെളിവുകളുടെ രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സർവചരാചരങ്ങളെയും, ആകാശങ്ങളെയും ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യരെയും സർവജന്തുജാലങ്ങളെയും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചത്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഫജ്ർ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ സുന്നത്തായി പഠിപ്പിച്ച സൂറത്താണേത്? സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ എന്നും പേരുണ്ടതിന്. സൂറത്തുൽ ഇൻസാനിൽ ഒന്നാമത്തെ ആയത്ത് അള്ളാഹു ഒരു ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യനൊരു കാലമുണ്ടായിരുന്നു. എന്താണ് ആ കാലത്തിന്റെ അവസ്ഥ? ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒരവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത ശൂന്യമായൊരവസ്ഥ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യ, നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയായിരുന്നു 100 വർഷം മുമ്പ്? നമ്മളൊക്കെ എവിടെയായിരുന്നു? 100 വർഷം പ്രായമുള്ള ആരും ഈ സദസ്സിലില്ലല്ലോ. 100 വർഷം മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? എന്താ നമ്മുടെ ഉത്തരം? ആ ചോദ്യത്തിന് നമ്മൾ എന്താ ഉത്തരം പറയാം? എന്തായിരുന്നു? ശൂന്യത, ഒന്നുമല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്, സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്ന് ഒരു ബീജഗണമായി, ഒരു മാംസകഷ്ണയായി, ഒരു രക്തക്കട്ടയായി, പിന്നെ ഒരു മാംസകഷ്ണമായി, പിന്നെ എല്ലുകൾ വന്നു, മാംസം കൊണ്ട് അതിനെ പൊതിഞ്ഞു, വീണ്ടും എല്ലുകൾ കൊണ്ട് മൂടി, കണ്ണുണ്ടായി, കാതുണ്ടായി, ഹൃദയമുണ്ടായി, പൂർണ്ണ മനുഷ്യക്കുഞ്ഞായി, പിന്നെ 10 മാസത്തിന് ശേഷം പുറത്തു വരുന്നു. ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സർവ്വ സൃഷ്ടിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. ഫാത്തിറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ അവനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. എന്താണ് ഫാത്തിർ എന്ന് പറഞ്ഞാൽ? ആകാശ ഭൂമികളെ മുൻമാതൃകയില്ലാതെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനെന്നാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് സർവ്വ സൃഷ്ടികളെയും. ഇങ്ങനെ സൃഷ്ടിച്ച റബ്ബിനെ, ആദ്യം നമ്മെ ഇങ്ങനെ സൃഷ്ടിച്ച റബ്ബിനെ രണ്ടാമത് മരിപ്പിച്ചതിന് ശേഷം നമ്മെ സൃഷ്ടിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ആദ്യത്തെ സൃഷ്ടിപ്പാണോ മരിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കുന്നതാണോ കൂടുതൽ പ്രയാസം താരതമ്യേന? ആദ്യത്തെ സൃഷ്ടി, അത് നമ്മളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങനെ നമ്മൾ ഉണ്ടായിരിക്കുന്നു. അതിനെ കഴിവുറ്റവനാണ് റബ്ബ്. അള്ളാഹു മരിച്ചതിന് ശേഷം പിന്നെയും ജീവിപ്പിക്കുകയില്ല എന്നു പറയുന്നവർ വരെ ഒരു വേള അംഗീകരിക്കുന്നത് ആദ്യം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവരോട് ചോദിച്ചില്ലേ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചത്? അവർ പറയും ലഖൂലുന്ന അല്ലാഹ്, അള്ളാഹു ആണെന്നവർ പറയും. മക്കയിലെ മുശ്രിക്കുകൾ, അതേ മക്ക മുശ്രിക്കുകൾ മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കുകയില്ല എന്ന് നിഷേധിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അള്ളാഹു ബുദ്ധിപരമായി അവർക്ക് മറുപടി പറഞ്ഞു. അവലം യറൂ കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു. നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു ആദ്യം എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത്? സുമ്മ യുഈദു, പിന്നെ വീണ്ടും എങ്ങനെയാണ് അവൻ അത് ആവർത്തിക്കുന്നത്? ആദ്യം സൃഷ്ടിച്ചതാണോ രണ്ടാമത് സൃഷ്ടിക്കുന്നതാണോ കൂടുതൽ പ്രയാസം? ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന് അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, കുൽ സീറു ഫിൽ അർദ്, പറയുക നബിയെ, ഭൂമിയിലൂടെ അവരോട് സഞ്ചരിക്കാൻ പറയൂ. ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്, എങ്ങനെയാണ് അവൻ ഓരോ സൃഷ്ടിപ്പും ആരംഭിച്ചത്? അല്ല, വേനൽക്കാലമാണ്, വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു പുതുമഴ അങ്ങ് പെയ്തിറങ്ങിയാൽ പെട്ടെന്നതാ പച്ചപ്പ് പൊട്ടിമുളക്കുകയാണ്. പച്ചപ്പ് പൊട്ടിമുളക്കുകയാണ്. എങ്ങനെയാണ് സൃഷ്ടിപ്പ് അവൻ ആരംഭിക്കുന്നത്? ശൂന്യതയിൽ നിന്ന്. കൈഫ ബദഅൽ ഖൽഖ് സുമ്മ അല്ലാഹു യുൻശിഉ നശ്അതൽ ആഖിറ. അങ്ങനെയല്ലേ ആയത്ത്? തെറ്റില്ലല്ലോ സാർ, അങ്ങനെയല്ലേ? സുമ്മ അല്ലാഹു യുൻശിഉ നശ്അതൽ ആഖിറ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ സൃഷ്ടിപ്പ് വീണ്ടും ആവർത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അല്ലാഹു മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കും എന്ന് നമ്മുടെ ബുദ്ധിയെ സമ്മതിപ്പിക്കുന്ന ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ തെളിവിന്റെ രൂപം എന്താണ്? ആദ്യം ശൂന്യതയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് മരിച്ചതിന് ശേഷം നമ്മെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹു പറഞ്ഞതുപോലെ അതവൻ ഏറ്റവും ലളിതമായ കാര്യമാണ്, നിസാരമാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം, നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിൽ അള്ളാഹു മക്ക മുശ്രിക്കുകളോട് ചോദിച്ചതുപോലെ, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. ആരാണ് അത് മുഖേന ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. ആരാണ് നിർജീവമായ ഭൂമിയെ ജീവസുറ്റതാക്കിയത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. അല്ലാഹ് 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 എന്നവർ പറയും. ഇലാഹും അല്ലാഹ്, അതിലെല്ലാം അല്ലാഹുവോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം അല്ലാഹു മാത്രമെന്നാണ്. പക്ഷേ അതേ അവർ അല്ലാഹു മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിക്കുമെന്നത് നിഷേധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അവരോട് ചോദിച്ചു, ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിൻ നാസ്. ഈ ആകാശഭൂമികളെല്ലാം റബ്ബാണ് സൃഷ്ടിച്ചതെന്ന് അവർ അംഗീകരിക്കുന്നുവല്ലോ. ഈ ആകാശഭൂമികളാണോ അക്ബറു മിൻ ഖൽഖിൻ നാസ്? ഈ മനുഷ്യരാണോ കൂടുതൽ വലുപ്പമുള്ള സൃഷ്ടികൾ? ഈ പറയപ്പെട്ട അവർ അംഗീകരിച്ച അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആകാശഭൂമികളാണോ ഈ മനുഷ്യരാണോ ഏറ്റവും വലിയ സൃഷ്ടികൾ? ആരാണ്? ആകാശഭൂമികൾ. ലഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെയാണോ ഈ നിസാരനായ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് പാട്? ആണോ? ഒരിക്കലുമില്ല. ഇത്രയും ഭീമാകാരങ്ങളായ ആകാശവും ഭൂമിയും നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി അർശാണ്. അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശ്. എത്രയാണ് ആ അർശിന്റെ വലുപ്പം? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസി, അവന്റെ കാൽപാദം വെക്കുന്ന അവന്റെ പാദസ്ഥാനമാണ് കുർസി. എത്രയാണ് ആകാശഭൂമികൾ അപേക്ഷിച്ച കുർസിയുടെ വലുപ്പം? ഈ ആകാശഭൂമികൾ നമ്മൾ കാണുന്നുണ്ട്. ഒരാകാശം തന്നെ, നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകത്തെ ഒന്നാം ആകാശം തന്നെ ആധുനിക ശാസ്ത്രം മുഴുവൻ കണ്ടെത്തിയിട്ടില്ല. അതിനേക്കാൾ വലുപ്പമുള്ള അടുത്ത ആകാശം. ഓരോ ആകാശങ്ങൾക്കിടയിലും ഒന്നിനു മുകളിൽ ഒന്നായി 7 ആകാശങ്ങളുണ്ട് ഉപരിയിലേക്ക്. ഓരോ ആകാശങ്ങൾക്കിടയിലും 500 വർഷത്തെ വഴി ദൂരമുണ്ട്. എത്രയായിരിക്കും ആകാശത്തിന്റെ വ്യാപ്തി? ഒരാകാശം തന്നെ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. ഈ ബഹിരാകാശം, സ്പേസ് യാത്ര എന്നൊക്കെ പറയുന്നത് ഈ ഒന്നാം ആകാശത്തെ കുറിച്ചുള്ള ചർച്ച മാത്രമാണ്. അവിടെ തന്നെ മനുഷ്യൻ പൂർണ്ണമായി എത്തിയിട്ടില്ല. അവന്റെ ഗവേഷണങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാൽപാദം വെക്കുന്ന കുർസി, ഈ മഹാ ആകാശങ്ങളും ഭൂമികളും, 7 ആകാശങ്ങൾ മുകളിലേക്കുള്ളതുപോലെ 7 ഭൂമികൾ താഴേക്കുണ്ട്. ഭൂമിയിൽ ഏറ്റവും മുകളിലുള്ള ഭൂമിയിലാണ് നമ്മളത്. ഖുർആനും സുന്നത്തും അറിയിക്കുന്ന വിശ്വാസമാണ്. താഴേക്ക് 7 ഭൂമികളുണ്ട്, മുകളിലേക്ക് 7 ആകാശമുള്ളതുപോലെ. ഏറ്റവും മുകളിലത്തെ ഭൂമിയിലാണ് നമ്മളുള്ളത്. ഈ 7 ആകാശങ്ങളും ഭൂമികളും അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ മഹാ ആകാശങ്ങളും ഭൂമിയും ഒരു മരുഭൂമിയിൽ കിടക്കുന്ന വളയത്തെ പോലെ, കഹൽകത്തിൻ ഫി അർദി ഫലാത്ത്, ഹദീസിൽ വന്നു, ഒരു മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മോതിര വളയത്തെ പോലെ, ഒരു വട്ടക്കണ്ണിയെ പോലെ നിസാരമാകും ഈ മഹാ ആകാശങ്ങൾ ഭൂമിയും. ഞാൻ വീണ്ടും പറയുന്നു, ഒരാകാശം തന്നെ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. ഒരാകാശത്തിന്റെ വലുപ്പം തന്നെ നമ്മുടെ ചുറ്റും നഗ്നനേത്രങ്ങൾ കൊണ്ട് അറ്റമില്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചാൽ കാണുന്ന ആകാശത്തിന്റെ വിസ്തീർണം എത്രയായിരിക്കും? അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതൊന്നാം ആകാശത്തിന്റെ ഒരു പൊട്ട് മാത്രമാണ്. അത് മുഴുവൻ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. അതിനേക്കാൾ വലിയ അടുത്തത് അടുത്തത് അടുത്തത്, അങ്ങനെ 7 ആകാശങ്ങൾ, 7 ഭൂമികൾ അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ മരുഭൂമിയിൽ കിടക്കുന്ന, വിജനമായ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മോതിര വളയത്തെ പോലെ നിസാരമാകും. സുബ്ഹാനല്ലാഹ്. ഈ കുർസി അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിൽ കൊണ്ടുപോയി വെച്ചാലും ഇതേ അവസ്ഥയാണ്. മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മോതിര വളയത്തെ പോലെ അത് നിസാരമാകും. ആകാശഭൂമികൾ അപേക്ഷിച്ച് കുർസിക്ക് എത്ര വലുപ്പമാണ്? അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിയെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിന് എത്ര വലുപ്പമാണ്? ആ അർശ് അള്ളാഹുവിന്റെ സിംഹാസനം മാത്രമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുപ്പമുള്ള അവന്റെ സൃഷ്ടി മാത്രമാണ്. അതിനു മുകളിലാണ് അള്ളാഹുവിന്റെ സ്ഥാനം. അള്ളാഹു എത്ര വലുപ്പമുള്ളവൻ! അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വ അജൽ. അള്ളാഹുവിന്റെ അസ്തിത്വം, അവന്റെ ദാത്ത് തന്നെ എത്ര വലുപ്പമാണ്! നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഇത്രയും ഭീമാകാരങ്ങളായ സൃഷ്ടികളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ശുദ്ധ ശൂന്യതയിൽ നിന്ന്. പിന്നെയാണ് മനുഷ്യ, നീ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും നിനക്ക് ജീവിതം നൽകുക എന്നത് അള്ളാഹുവിന് നിസാരമാണ്, അതവന് പ്രയാസമാണ് എന്ന് നീ വിചാരിക്കുന്നുവോ?
ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണോ മനുഷ്യ നീയാകുന്ന കേവലം ശിശുവിന്റെ സൃഷ്ടിപ്പാണോ അള്ളാഹുവിന് വലിപ്പമുള്ളതായി തോന്നുന്നത്? ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അവന് പിന്നെ അവിശ്വസിക്കാൻ പറ്റും മരിച്ചതിന് ശേഷം ജീവിക്കൂല എന്ന്, അള്ളാഹ് ജീവിപ്പിക്കില്ല എന്ന് അവൻ വിശ്വസിക്കുമോ? അവന്റെ ബുദ്ധി അംഗീകരിക്കുകയില്ല. നേർബുദ്ധിയുള്ളവനാണെങ്കിൽ അവന് സമ്മതിക്കേണ്ടി വരും അള്ളാഹുവിന് അത് സാധിക്കുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമത്തെ തെളിവിന്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് നൂഹിലെ 17-ാമത്തെ ആയത്തിലൂടെ, വല്ലാഹു അംബതകും മിനൽ അർദി നബാത. അള്ളാഹു ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നത് പോലെ നിങ്ങളെ മുളപ്പിക്കുമെന്നാണ്. അള്ളാഹു ഒരു ഉപമയിലൂടെ കാര്യം പറഞ്ഞു. ഭൂമിയിൽ നിന്ന് എങ്ങനെ ചെടികൾ മുളക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വരണ്ടു വറ്റി കിടക്കുന്ന ഭൂമിയിൽ പുതുമഴയങ്ങ് പെയ്തിറങ്ങിയാൽ നിർജീവമായ ഭൂമിക്ക് ജീവൻ നൽകി അള്ളാഹു പച്ചപ്പ് വിതറുന്നത് എങ്ങനെയാണ്? അതുപോലെ ഭൂമിയിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നത് പോലെ നിങ്ങളെ അള്ളാഹു മുളപ്പിക്കും മരിച്ചു മണ്ണടിഞ്ഞാലും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായി സൂചിപ്പിച്ചതാണ്. മനുഷ്യന്റെ ശരീരത്തിലെ നശിക്കാത്തൊരസ്ഥി, ടൈൽ ബോൺ എന്ന് പറയുന്ന വാലസ്ഥി, കോക്സിക്സ് എന്നതിന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഹദീസിൽ വന്നതാണ്. ഇതിന് സമാനമായ പ്രയോഗം. അത് നശിക്കുകയില്ല മനുഷ്യൻ മരിച്ചാൽ. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പുനഃസൃഷ്ടിപ്പ് തുടരുമെന്നാണ് മരിച്ചതിന് ശേഷം. ഹദീസിൽ വന്നതാണ്, സ്വഹീഹായ ഹദീസ്. ശാസ്ത്രം അത് പിന്നീട് കണ്ടെത്തിയതാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ മുളപ്പിക്കും. അള്ളാഹു പറയാം, നോക്കൂ നിങ്ങൾ സസ്യങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ അള്ളാഹു മനുഷ്യരെ മരിച്ചു മണ്ണടിഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കും. ഒരു അവശേഷിപ്പുമില്ലാതെ എത്ര മരങ്ങളാണ്, എത്ര ചെടികളാണ്, എത്ര വൃക്ഷങ്ങളാണ്, എത്ര ഇലകളാണ്, എത്ര വിത്തുകളാണ്, എത്ര ധാന്യങ്ങളാണ് മണ്ണോട് മണ്ണായി നുരുമ്പായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ സുഖലോലുപതകളെ, പുതുമഴയത്ത് മുളച്ചു പൊന്തിയ പച്ചപ്പിനെ ഉപമിച്ച മഹത്തായ ഉപമയുണ്ട് സൂറത്തുൽ ഹദീദിൽ 20-ാമത്തെ ആയത്തിൽ. അല്ലാഹു ദുനിയാവ് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, പെരുമയാണ്, പൊങ്ങച്ചമാണ് എന്നു പറഞ്ഞതിന് ശേഷം ദുനിയാവിനെ ഉപമിക്കുകയാണ് സൂറത്തുൽ ഹദീദിൽ 20-ാമത്തെ ആയത്ത്. കമസലി ഗൈസിൻ, ഒരു പുതുമഴ പോലെ. അഅജബൽ കുഫാറ നബാതു, അത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ, ഭൂമിയിൽ നിന്ന് പച്ചപ്പ് മുളച്ചു പൊന്തിയപ്പോൾ കർഷകർ, മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് അത്ഭുതമായി. അവിടെ അൽ കുഫാർ എന്ന് പറഞ്ഞത് അസുറാ, കർഷകരെ കുറിച്ചാണ്. ഖുർആനിൽ അൽ കുഫാർ എന്ന പ്രയോഗം ചിലപ്പോൾ കർഷകരെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമാണിത്. കർഷകർക്ക് അത് കാണുമ്പോൾ ആനന്ദമാണ്. മഴയത്ത് മുളച്ചു പൊന്തിയ പച്ചപ്പ് കണ്ടാൽ മണ്ണിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷമാണ്. പക്ഷെ എന്ത് സംഭവിക്കും? ആ സന്തോഷത്തിന് എത്ര ആയുസ്സുണ്ടാകും? അഅജബൽ കുഫാറ നബാതു സുമ്മ യഹീജു, ആ പച്ച പിന്നീട് ഉണങ്ങും. ഫതറാഹു മുസ്ഫറ, ഉണങ്ങിയ പച്ച പിന്നെ മഞ്ഞ നിറമായി മാറും. ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് നുരുമ്പായി മണ്ണിലേക്ക് അലിഞ്ഞില്ലാതായി തീരും. വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി റിദ്വാൻ. ഇങ്ങനെ പുതുമഴയത്ത് മുളച്ചു പൊന്തിയ, മണ്ണിൽ നിന്ന് പൊന്തി മണ്ണിലേക്ക് തന്നെ അലിഞ്ഞില്ലാതാകുന്ന കേവലം പച്ചപ്പ് പോലെയാണ് ദുനിയാവ്. നൈമിഷികമാണ്. അതിൽ വഞ്ചിതരായവർക്ക് ആഖിറത്തിൽ കഠിനമായ ശിക്ഷയുണ്ട്. അതിൽ വഞ്ചിതരാകാതെ ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പാപമോചനവുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയുക, ഈ ഭൗതിക ലോക ജീവിതം, ദുനിയാവ് ഇങ്ങനെ പുതുമഴയത്ത് മുളച്ചു പൊന്തിയ കേവലം പച്ചപ്പ് പോലെ നിന്നെ വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ആ പച്ചപ്പാണ് എല്ലാം എന്ന് വിചാരിച്ചാൽ എന്തുണ്ടായി? അതുണങ്ങി മഞ്ഞ നിറം ബാധിച്ചു, മണ്ണിലേക്ക് തന്നെ അലിഞ്ഞില്ലാതായി പോയി. ഇതുപോലെയുള്ള പച്ചപ്പാണ് ദുനിയാവ്. ഇതാണെല്ലാം എന്ന് ജീവിച്ചാൽ ദുനിയാവിന്റെ ഹരിതാപവും ഇതിന്റെ ശീതളിമയും ഇതിന്റെ പൊലിമയും ഇതാണെല്ലാം എന്ന് നീ മനസ്സിലാക്കിയാൽ നീ വഞ്ചിതനായി. നീ ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ദുനിയാവിന് വേണ്ടി മരിക്കുന്നവനായി, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നവനായി. അതല്ല ജീവിതം എന്ന് അള്ളാഹു പറയുമ്പോഴും മഴയത്ത് മുളച്ചു പൊന്തിയ പച്ചപ്പില്ലാതാകുന്ന കഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇതുപോലെ അള്ളാഹു സസ്യങ്ങളെ വീണ്ടും മുളപ്പിക്കുന്നു. ഈ ഉണങ്ങി കരിഞ്ഞില്ലാതായത് പിന്നെയും അടുത്ത മഴവർഷക്കാലത്തിൽ അത് മുളച്ചു പൊന്നത് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത്? ഇതുപോലെ നിങ്ങളെയും സൃഷ്ടിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. സഹോദരങ്ങളെ, 3 രൂപത്തിലുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. മരിച്ചതിന് ശേഷം അള്ളാഹു നമ്മെ ജീവിപ്പിക്കും
എന്നതിന് ഖുർആനിലൂടെ തന്നെ അള്ളാഹു ബുദ്ധിപരമായി ഏതൊരു യുക്തിവാദിയോടും നമുക്ക് സംവദിക്കാൻ പറ്റുന്ന തീർത്തും യുക്തി അംഗീകരിക്കുന്ന 3 തത്വങ്ങൾ. ഒന്ന്, ഞാൻ ആവർത്തിക്കാം, ഒന്ന് എന്തായിരുന്നു? ശൂന്യതയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. അതിനുശേഷം നമ്മെ മരിപ്പിച്ച് നമ്മുടെ അവശേഷിപ്പിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുക എന്ന് അള്ളാഹുവിന് ഏറ്റവും എളുപ്പമാണ്. അള്ളാഹുവിനൊരു പ്രയാസവുമില്ലാത്ത കാര്യം. 2, നമ്മേക്കാൾ ഭീമാകാരങ്ങളായ ആകാശഭൂമികളെ പോലെയുള്ള സൃഷ്ടികൾ അള്ളാഹു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെയാണോ നമ്മളാകുന്ന മനുഷ്യരുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിന് പ്രയാസമാകുക? 2. 3, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർജീവമായ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ മനുഷ്യൻ നിർജീവമായതിനു ശേഷം, അവനില്ലാതായതിനു ശേഷം വീണ്ടും സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനൊരു പ്രയാസവുമുള്ള കാര്യമല്ല. ഈ 3 തെളിവുകളുടെ രൂപവും അള്ളാഹു സൂറത്തു യാസീനിന്റെ അവസാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സൂറത്തു യാസീനിലെ 78-ാമത്തെ ആയത്തിൽ നമ്മോട് പറഞ്ഞു, വദറബ ലനാ മസലൻ, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവർ, കുഫാറുകൾ, അവരൊരു ഉപമ പറയാണ് അള്ളാഹുവിനോട്. നിഷേധത്തോടെ, ധിക്കാരത്തോടെയുള്ള ഉപമ. വനസിയ ഖൽഖ, അവരങ്ങനെ ഉപമ പറയുമ്പോൾ അവരെ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് അവർ മറന്നു കളയുന്നു. വനസിയ ഖൽഖ, അവരവരുടെ സൃഷ്ടിപ്പിനെ തന്നെ മറന്നുകൊണ്ട് അള്ളാഹിനോടൊരു ഉപമ ചോദിക്കുകയാണ്. എന്താണ് ഉപമ? ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, മരിച്ചതിന് ശേഷം ഇനി ജീവിതമില്ല എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാഫിർ, അവൻ ചോദിക്കുകയാണ് അള്ളാഹുവിനോട്, മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, ഈ ദ്രവിച്ചുപോയ എല്ലുകൾ പിന്നെ ആര് ജീവിപ്പിക്കാനാണ്? ആർക്കാണ് ഈ നശിച്ചു നുരുമ്പായി പോയ ദ്രവിച്ചുപോയ എല്ലുകളിൽ നിന്ന് ജീവിപ്പിക്കാൻ സാധിക്കുക എന്നവർ ചോദിക്കുകയാണ്. കുഫാറുകളുടെ ചോദ്യത്തെപ്പറ്റി അള്ളാഹു പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? ഖുൽ, പറയുക നബിയെ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, അതിനാദ്യം ആരാണോ സൃഷ്ടിച്ചത്? ഈ നുരുമ്പായി പോയ എല്ല്, ഈ ദ്രവിച്ച എല്ല്, അതിനെ ശൂന്യതയിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആരാണോ അതിനെ സൃഷ്ടിച്ചത്? അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവൻ ആരാണോ? യുഹീഹ, അവൻ തന്നെ അതിനെ സൃഷ്ടിക്കുമെന്ന് പറയുക നബിയെ. ആരാണ് ഇതിനെ സൃഷ്ടിക്കാന്ന് ചോദിക്കുന്നവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരമറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആദ്യം അതിനെ സൃഷ്ടിച്ചതാരാണ്? അവൻ തന്നെ വീണ്ടും അതിനെ സൃഷ്ടിക്കും. അവൻ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവുള്ളവനാണ്. നമ്മൾ പറഞ്ഞ തെളിവുകളുടെ 1ാമത്തെ രൂപം ഇവിടെ ഉണ്ട്, അതിനുള്ള ഉത്തരവ് ഇവിടെ ഉണ്ട്. ഇനി 2ാമതായി നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭീമാകാരങ്ങളായ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന് എങ്ങനെയാണ് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് പ്രയാസകരമായി തീരുക? 3ാമതായി നമ്മൾ പറഞ്ഞു, ചെടികൾ, സസ്യലതാദികളെ അവൻ ഭൂമിയിൽ നിന്ന്, നിർജീവാവസ്ഥയിൽ നിന്ന് മുളപ്പിക്കുന്നത് പോലെ മനുഷ്യരെ സൃഷ്ടിക്കാൻ അവനെന്ത് പ്രയാസമാണുള്ളത്? ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തിൽ പറയാണ്. സൂറത്തു യാസീനിൽ അടുത്ത ആയത്ത് എന്താണ്? അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളറി നാറാ, അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളറി നാറാ, പച്ചയായ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയിനെ ഉൽപ്പാദിപ്പിച്ചു തന്നവനാണവൻ. ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് തീ ഉണ്ടാക്കുന്നു. അള്ളാഹു ഒരു ഉപമ പറയാണ്. നോക്കൂ, നിങ്ങൾ പച്ച എന്നത് തീയിന്റെയും ചൂടിന്റെയും എതിരാണ് അല്ലെ? ജലാംശമുള്ളതിലാണ് പച്ചപ്പുണ്ടാകുക, ജലാംശം കുറയുന്നതിലാണ് തീയും ചൂടും ഉണ്ടാകുക. നേരെ എതിരുള്ള 2 വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പച്ച മരത്തിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തരുന്നത്? യഥാർത്ഥത്തിൽ പച്ചയായ ജലാംശത്തിൽ നിന്ന് തീ ഉണ്ടാവില്ലല്ലോ, ചൂടുണ്ടാവോ? പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവ പറഞ്ഞു, കാറ്റിൽ പച്ചമരങ്ങൾ കൂട്ടിയുരച്ച് തീപ്പൊരി പാറുന്നുണ്ട്, അങ്ങനെ കാട്ടുതീ പടരാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എങ്ങനെയാണ് അതിന് സാധിക്കുക? എങ്ങനെ സാധിക്കുക? പച്ചയായ ജലാംശമുള്ളതിന് എങ്ങനെ തീ വരിക? തീ വരില്ല. ശാസ്ത്രീയമായി കേവല ബുദ്ധി ചിലപ്പോൾ അത് അംഗീകരിക്കുകയില്ല. പക്ഷേ
തീർത്തും പച്ചയായ ജലാംശത്തിൽ നിന്ന് അള്ളാഹു തീ പൊരിവാറിപ്പിക്കുന്നു. ഈ പച്ചയാണല്ലോ പിന്നീട് ഉണങ്ങിയ ആളുകൾ വിറകത്തിച്ച് തീ ഉണ്ടാക്കുന്നത്. അത് പിന്നീട് അതിന് പരിണാമം സംഭവിച്ച് പച്ചയാണ് അതിന്റെ അടിസ്ഥാനം. അള്ളാഹു അതിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ചിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു വിശദീകരണം അതാണ്. വേറെ ചിലർ പറഞ്ഞു, ആധുനിക കാലത്തെ ചിലർ പറഞ്ഞു, ഈ പച്ചമരങ്ങൾ അതിൽ വൈദ്യുതി പ്രവാഹമുണ്ടായാൽ തീ പൊരിവാറുന്നു. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ, പച്ച മരങ്ങൾ ഇലക്ട്രിക് ലൈനിലടിച്ചാൽ തീ പൊരിവാറുന്നു. ഉണങ്ങിയ മരങ്ങൾ കൊണ്ട് തൊടുമ്പോഴോ തീ പൊരിവാറോ? ഷോക്കടിക്കോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഈ പച്ചപ്പിൽ നിന്ന്, ജലാംശത്തിൽ നിന്ന് അതിന് നേരെ വിരുദ്ധമായ തീയും ചൂടും നൽകിയത്? എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നിങ്ങളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലാത്തവനാണ്. സൂറത്ത് യാസീനിൽ ചെടികളിൽ നിന്ന് അള്ളാഹു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഉപമയാക്കി അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിനെ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്നതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ആയത്തിൽ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവൻ ചോദിക്കുന്നു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവനല്ലയോ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവന് നിങ്ങളെപ്പോലെയുള്ളവരെ വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ലേ? അള്ളാഹു ചോദിക്കുന്നു. ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനായ റബ്ബിന്, അത്രയും കഴിവുറ്റ റബ്ബിന് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാനും നിങ്ങളെപ്പോലെയുള്ളവരെ വീണ്ടും ജീവൻ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയില്ലേ? സൃഷ്ടിക്കാൻ സാധിക്കുകയില്ലേ? ബല, സാധിക്കും. വഹുവൽ ഖല്ലാഖുൽ അലീം, അല്ലാഹു തന്നെ അവനെല്ലാം സൃഷ്ടിക്കുന്നവനാണ്, എല്ലാം സൂക്ഷ്മവും കൃത്യവും വ്യക്തവും സ്പഷ്ടവും കണിശവുമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു ഈ പാഠങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞു? ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബിന് സൃഷ്ടിക്കാൻ എത്രയേ താമസമുള്ളൂ? സൃഷ്ടിക്കാൻ എത്രയേ താമസമുള്ളൂ? അവന്റെ സൃഷ്ടിപ്പ് എത്ര നിസാരമായിരിക്കും, എത്ര എളുപ്പമായിരിക്കും എന്നറിയിക്കുന്ന ആയത്താണ് അടുത്ത ആയത്ത്. എന്താണ് ആയത്ത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന് കാര്യം ഇത്രമേയുള്ളൂ. ഇദാ അറാദ ശൈഅൻ, അവനൊരു കാര്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസം അതുണ്ടാകുന്നു. കുൻ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് അത് എളുപ്പം സാധിക്കുന്നതാണ്. സൂറത്തു യാസീൻ അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവസാനം ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളുടെയും ആധിപത്യമാരുടെ കരങ്ങളിലാണ്. ആരിലേക്കാണോ എല്ലാവരും മടക്കപ്പെടുന്നത്, ആരാണോ അവരെ സൃഷ്ടിച്ചത്, ആ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെയ്തുകൊണ്ട് ആ സൂറത്ത് അവസാനിക്കുകയാണ്. സൂറത്തു യാസീനിലെ ഈ ആയത്തുകൾ നമുക്കറിയിക്കുന്ന പാഠങ്ങൾ, അതിൽ ഈ 3 കാര്യമുണ്ട്. മനസ്സിലായല്ലോ? ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതാണ് ഷെയ്ഖ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. വമൻ കദ്ദബ ബിൽ ബഅസി കഫർ, ആരാണോ മരിച്ചതിന് ശേഷം ഇനിയും ജീവിക്കുമെന്നതിനെ നിഷേധിക്കുന്നത്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞത്, ജഅമല്ലദീന കഫറു അല്ല യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. ആയത്ത് നമ്മൾ വിശദീകരിച്ചു. അടുത്ത വാചകം എന്താണ്? വഅർസലല്ലാഹു ജമീഅർ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുർസലുകളെയും മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായും താക്കീത് നൽകുന്നവരായുമായിട്ടാണ് നിയോഗിച്ചത്. മുഴുവൻ മുർസലീങ്ങളെയും അല്ലാഹു വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അംബിയാ മുർസലീങ്ങളെ അല്ലാഹു നിയോഗിച്ചത്? എന്താണ് അതിന്റെ പിന്നിലുള്ള യുക്തി, രഹസ്യം? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം നമ്മൾ ആയത്ത് പറയും. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ സ്ഥാപിക്കുന്നത് ആയത്തിലൂടെ. എന്തിനാണ് മുർസലീങ്ങളെ അല്ലാഹു നിയോഗിച്ചത് സമൂഹങ്ങളിലേക്ക്? മുബശ്ശിരീൻ, അവരുടെ ദൗത്യം 2ആയി നമുക്ക് വേർതിരിക്കാം. ഒന്ന് അൽ ബിഷാറ, സ്വർഗം കൊണ്ട്, നന്മകൾ കൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ. വമുൻദിരീൻ വന്നദാറ, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട്
അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകളെ തൊട്ട്, നരകത്തെ തൊട്ട്, അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട് താക്കീത് നൽകാൻ. ഈ രണ്ടു കാര്യങ്ങളാണ് മുർസലീങ്ങളുടെ ദഅവത്തിന്റെ ആകത്തുക. അവരറിയിച്ച സന്തോഷ വാർത്തകളിൽ, നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ നന്മ. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തിന്റെ ഒരു അംശം പോലും വകവെച്ചു കൊടുക്കാവതല്ല. അവരറിയിച്ച താക്കീതുകളിൽ, അവർ വിലക്കിയ തിന്മകളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതിൽ പങ്കു ചേർക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ തിരിച്ചുവിടുക. പ്രാർത്ഥനയാകട്ടെ, സഹായത്തേട്ടമാകട്ടെ, നേർച്ചയാകട്ടെ, ബലിയാകട്ടെ, അറവാകട്ടെ, ഭയമാകട്ടെ, പ്രതീക്ഷയാകട്ടെ, സ്നേഹമാകട്ടെ, ഭരമേൽപ്പിക്കലാകട്ടെ, രക്ഷാചോദ്യമാകട്ടെ, രക്ഷാതേട്ടമാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ഇബാദത്തിന്റെ ഏതെങ്കിലും അംശങ്ങൾ വകവെച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ തിന്മ. അതാണ് മുർസലീങ്ങൾ താക്കീത് ചെയ്ത ഏറ്റവും ഗുരുതരമായ തെറ്റ്. ഈ രണ്ട് ദൗത്യമാണ് മുർസലീങ്ങളുടെ പ്രബോധന ദൗത്യത്തിന്റെ ആകത്തുക. എന്താണ് അതിനുള്ള തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല, സൂറത്തു നിസായിലെ 165-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ് അതിനുള്ള തെളിവ്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ. അള്ളാഹു നിയോഗിച്ച മുർസലുകൾ, റസൂലുകൾ, മുബശ്ശിരീൻ, അവർ സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്. എന്തിനെക്കുറിച്ച്? മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്ന ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും, എല്ലാ ഗുണങ്ങളും മുർസലീങ്ങൾ അവരറിയിച്ചിട്ടുണ്ട്. പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് മുർസലീങ്ങൾ അറിയിച്ചത്? അല്ല. ഐഹിക ലോകത്തും ദുനിയാവിലും ഉപകാരപ്രദമായ എല്ലാ നന്മകളും മുർസലീങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമല്ലാത്ത മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അവരാദർശവും അവരുടെ ദീനിന്റെ പാഠങ്ങളും തന്നെ മനുഷ്യന്റെ പ്രകൃതിക്കെതിരായ പലതും അതിലുള്ളതായി നമുക്ക് കാണാൻ പറ്റും. വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നത് വലിയ പുണ്യപ്രവൃത്തിയായി അവതരിപ്പിക്കുന്ന മതങ്ങളാണ് ഇസ്ലാമികേതര മതങ്ങൾ. അല്ല, ഹൈന്ദവ മതത്തിൽ ബ്രഹ്മചര്യം, സന്യാസം, വിവാഹം കഴിക്കാതെയുള്ള മനുഷ്യ പ്രകൃതിക്കെതിരായുള്ള, മനുഷ്യനെ താങ്ങാത്ത അടിച്ചേൽപ്പിക്കുക വലിയ പുണ്യപ്രവൃത്തിയാണ്. അവരുടെ മതത്തിൽ അത് ഇഹ്സാന്റെ ദർജയാണ്, ടോപ്പ് ലെവലാണ് അവരുടെ ദീനിന്റെ. ക്രൈസ്തവ മതത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ അവർ ദൈവത്തിന്റെ മണവാട്ടികളാണ് പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നത് തന്നെ അള്ളാഹുവിനോട് ഒരിക്കലും ചേരാത്ത പ്രയോഗമാണ്. ദൈവത്തിന്റെ മണവാട്ടികൾ. ദൈവത്തിന്റെ മണവാട്ടിയോ, ദൈവത്തിന് കുടുംബമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വലിയ പുണ്യപ്രവൃത്തി. മനുഷ്യന്റെ പ്രകൃതിക്കെതിരായ, മനുഷ്യനൊരിക്കലും താങ്ങാത്ത, മനുഷ്യ സഹജമല്ലാത്ത പ്രാകൃതമായ കാര്യങ്ങൾ ദീനിന്റെ ഏറ്റവും ഉന്നതമായ തലമായി, മതമായി, ആദർശമായി പ്രചരിപ്പിക്കുന്നവരാണ് ഇസ്ലാമികേതര മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും. പക്ഷേ ഇസ്ലാം, മുർസലീങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച ദീൻ മനുഷ്യന് കുടുംബമായി ജീവിക്കാൻ, വിവാഹം കഴിക്കാൻ, കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെടാൻ, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ, മനുഷ്യന്റെ ഭൗതിക നന്മക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശറഅക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ക്രൈസിസ് ആണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇസ്ലാം രണ്ട് കാര്യങ്ങളെ നിയമാക്കിയത്. ഒന്ന്, സക്കാത്ത് നിർബന്ധമാക്കി. രണ്ട്, പലിശ ഹറാമാക്കി. അർഹതയുള്ളവർക്ക്, അർഹതപ്പെട്ടവർ അവന്റെ സമ്പത്തിൽ നിന്നുള്ള നിർബന്ധമാനം നൽകിയാൽ ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം പരിഹരിക്കപ്പെടും. അതോടൊപ്പം പാവപ്പെട്ടവരിൽ നിന്ന് പൈസക്കാരിലേക്ക് ഒഴുകുന്ന പലിശ അത് നിർത്തലാക്കിയാൽ അവരുടെ സാമ്പത്തിക പുരോഗതി വർദ്ധിക്കും. ഇവിടെ എന്താണ് സാധ്യമാകാത്തത്? ഇത് രണ്ടും നടപ്പിലാവാത്തതാണ്. മുസ്ലിം ഉമ്മത്തിലെ സകല സമ്പന്നന്മാരും അവരുടെ കൂട്ടത്തിലെ ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും അവരുടെ സമ്പത്തിന്റെ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി വർഷാവർഷം നൽകിയാൽ ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹി തബാറക വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് എത്തിയപ്പോഴേക്കും ഇസ്ലാമിക ചരിത്രത്തിൽ സക്കാത്തിന് അവകാശികളില്ലാതായ ചരിത്രത്തിലെ തങ്കലിപികൾ രേഖപ്പെടുത്തിയതുപോലെ മുസ്ലിം ഉമ്മത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറും. എന്തുകൊണ്ടാണ് നടപ്പിലാവാത്തത്? ലളിതമായി ഇസ്ലാം അത് നടപ്പിലാക്കി കാണിച്ചു തന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ഇതാണ് ഇസ്ലാം മുർസലീങ്ങളോട് അറിയിച്ച നന്മകളുടെ വ്യാപ്തിയും പ്രായോഗികതയും. അള്ളാഹു അത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ യുക്തി, പ്രധാനമായും അതിനെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. ഒന്ന് അൽ ബിഷാറ, രണ്ട് അന്നദാറ. മനുഷ്യർക്ക് ഭൗതികമായും പാരിത്രികമായും ഗുണം ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണോ അതൊക്കെ സന്തോഷവാർത്തയായി മുർസലീങ്ങൾ അറിയിച്ചിരിക്കുന്നു. അതാണ് അവരുടെ ദൗത്യം. മനുഷ്യർക്ക് ഇഹലോകത്തും പരലോകത്തും നഷ്ടവും ഖേദവും പ്രയാസവും സൃഷ്ടിക്കുന്നത് എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം താക്കീത് ചെയ്യുകയും, അള്ളാഹു പറഞ്ഞതുപോലെ റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായ മുർസലുകൾ, അള്ളാഹുവിന്റെ ദൂതന്മാർ. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. ആ മുർസലീങ്ങളിലൂടെ അള്ളാഹു അറിയിച്ച ഈ പാഠങ്ങൾ, അധ്യാപനങ്ങൾ, അത് മനുഷ്യർക്ക് ലഭിച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ എന്തെങ്കിലും പരാതി പറയാൻ, അന്യായം ഉന്നയിക്കാൻ മനുഷ്യർക്ക് പിന്നെ അവസരമില്ല. അള്ളാഹ്ക്കെതിരെ പിന്നെ തെളിവില്ല. ഉണ്ടോ? അള്ളാഹു എല്ലാം കൃത്യമായി വ്യക്തമായി ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, മുർസലീങ്ങളിലൂടെ, വഹയിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്തു ചെയ്യണം, എന്തു ചെയ്തുകൂടാ, എന്തു പ്രവർത്തിക്കണം, എന്തു പ്രവർത്തിച്ചുകൂടാ, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ, ഏത് വിഷയത്തിലാണ്, ഏത് രംഗത്താണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളില്ലാത്തത്. മുൻപ് പല ആവർത്തി നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചതാണ്. ഏത് രംഗത്താണ് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളില്ലാത്തത്? ഏത് രംഗത്താണ്? ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രാഥമിക ആവശ്യം നിർവഹിക്കുമ്പോൾ, ഭാര്യാഭർത്തൃബന്ധത്തിൽ, കുട്ടി ജനിച്ചാൽ, വാഹനം കയറിയാൽ, മഴ പെയ്താൽ, ഇടിവെട്ടിയാൽ, പട്ടിണിയുണ്ടായാൽ, ദുസ്വപ്നം കണ്ടാൽ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, വീട്ടിലേക്ക് അകത്ത് കയറിയാൽ, പുതിയ വാഹനം വാങ്ങിയാൽ, പുതിയ ചെരുപ്പ് ധരിച്ചാൽ, പുതിയ വസ്ത്രം ധരിച്ചാൽ, നന്മകൾ ഒരാൾ ഏത് നന്മയാകട്ടെ, എത്ര ചെറുതാകട്ടെ, എത്ര നിസാരമാകട്ടെ, അവൻ ഏറ്റവും പ്രത്യുപകാരമായി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മ ജസാക്കല്ലാഹു ഖൈറൻ എന്ന പരാമർശം, ദുആ, ഇങ്ങനെ ഏതു രംഗത്തുമുള്ള പാഠങ്ങൾ ഇസ്ലാം മുർസലീങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുർസലീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കൽപ്പന ഇതാണ്: നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളായി എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ നന്മയുണ്ടോ, ഈമാനുള്ളവരാണോ അതവർക്ക് സന്തോഷമായിരിക്കും. ഈ ആയത്തിൽ ചെറിയ രണ്ട് വാക്കുകൾ മാത്രമുള്ള ആയത്താണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുർസലീങ്ങളെ അള്ളാഹു വിളിച്ചു പറയാണ്, അമ്പിയാക്കളെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഈമാനുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഈ ആയത്തിന്റെ ഒരൊറ്റ വാചകത്തിലുള്ള പാഠം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ ഏതൊക്കെ നന്മയുണ്ടോ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. നമുക്കതുകൊണ്ട് സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷം ഉണ്ടാകുന്നില്ലേ? സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ? നമ്മുടെ ഈമാൻ നമ്മൾ പുനഃപരിശോധിക്കണം എന്നാണ്. നമ്മുടെ ഈമാനിന്റെ അവസ്ഥ നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കണം എന്നതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളിലൂടെ സ്ഥിരപ്പെട്ട എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം നമുക്ക് സന്തോഷ വാർത്തയാണ്. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് അല്ലാഹുവിൽ നിന്ന് മഹത്തായ സമ്മാനവും ഔദാര്യവും ഖനിവും അനുഗ്രഹവും ഉണ്ട്. ദുനിയാവിലുമുണ്ട്, നാളെ സ്വർഗത്തിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നമ്മിലേക്ക് നിയോഗിച്ചതിന്റെ മറ്റൊരു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ ഒരാൾക്കും അന്യായം പറയാൻ, അള്ളാഹുവിനെതിരെ തെളിവ് പറയാനില്ലാതിരിക്കാൻ അള്ളാഹു എല്ലാം കൃത്യമായി നമ്മെ അറിയിച്ചു തന്നതിന്റെ ഭാഗമാണ്. ഒരാൾക്കും ഞാൻ ഈ ഹറാം അറിഞ്ഞില്ല, ഞാൻ ഈ നിർബന്ധമായ ബാധ്യത മനസ്സിലാക്കിയില്ല എന്നു പറയാൻ പഴുതില്ലാത്ത വിധം ദീൻ വളരെ വ്യക്തമായി അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു മുർസലീങ്ങളിലൂടെ. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വായിക്കാൻ സാധിക്കുന്ന മുഗീറ റളിയല്ലാഹു അൻഹുവിന്റെ, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് സ്വഹാബികളും ഉദ്ധരിച്ചിട്ടുള്ള സമാനാർത്ഥമുള്ള ഒരു ഹദീസിൽ കാണാം, ലാ അഹദ അഹബ്ബ ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്. അള്ളാഹുവിന് ന്യായം സ്ഥാപിക്കുക എന്നതിനേക്കാൾ ഇഷ്ടമായ കാര്യമില്ല. അതായത് അള്ളാഹു ഒരു നന്മ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ നമ്മോട് വിലക്കിയിട്ടുണ്ടെങ്കിൽ, ആ നന്മക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നുവെങ്കിൽ
തിന്മകൾ പ്രവർത്തിച്ചാൽ അള്ളാഹു ശിക്ഷിക്കുന്നുവെങ്കിൽ അതിന് തക്കതായ ന്യായവും തെളിവും അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ടാകും. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ദുനിയാവിലെ പല ഭരണാധികാരികളും സ്വേച്ഛാധിപതികളും ന്യായാധിപന്മാരും വിധികർത്താക്കളും ജഡ്ജിമാരും എന്ന് പറയുന്നവർ അവർ വിധി നടപ്പിലാക്കി അവരുടെ കീഴിലുള്ള ആളുകളെ ശിക്ഷിക്കുമ്പോൾ പലപ്പോഴും ന്യായം ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ അനർഹമായി ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്, ജയിലിൽ അടക്കപ്പെടുന്നവരുണ്ട്, അന്യായമായി ആക്രമിക്കപ്പെടുന്നവരുണ്ട്, ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. നീതിയും ന്യായവും ശിക്ഷിക്കപ്പെടുന്നവർ, ജയിലിൽ അടക്കപ്പെടുന്നവർ, ജീവിതം ഹനിക്കപ്പെടുന്നവർ, അനീതിക്കിരയാകുന്നവർ അവരൊരിക്കലും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല ദുനിയാവിൽ പലപ്പോഴും ഇതിനൊക്കെ ഇരയാകുന്നത്, അന്യായമായിട്ടായിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവരുടെയും രാജാവായ, അധിപനായ, വിധികർത്താവായ, ന്യായാധിപനായ, രാജാതിരാജനായ റബ്ബ് ഒരിക്കലും ഒരു തരിമ്പ് പോലും അക്രമമോ അനീതിയോ അന്യായമോ അവന്റെ സൃഷ്ടികളോട് പ്രകടിപ്പിക്കുകയില്ല. അതവനിലേക്ക് ചേരുകയില്ല. അവന്റെ സ്വയം നഫ്സിൽ നിന്ന് വിലക്കിയ കാര്യമാണ്. ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ സ്വയം അനീതിയെ, അക്രമത്തെ എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, എന്തെങ്കിലും മുസീബത്ത് നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ശിക്ഷയായി നമ്മെ പിടികൂടുന്നുവെങ്കിൽ എന്താണ് അതിന്റെ കാരണം? നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത്, പാടില്ല എന്ന് വിലക്കിയ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന് കൃത്യമായ ന്യായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദ്യം ചെയ്യപ്പെടാവതല്ല, നമ്മൾ ചോദ്യം ചെയ്യും. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഓരോ മനുഷ്യനും എന്താണോ പ്രവർത്തിച്ചത് അതവനുണ്ടാകും. ആരുടെയും പാപഭാരം ഒരാളും പേറുകയുമില്ല. നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഫലം നമ്മൾ കണ്ടെത്തും. അപ്പൊ എന്തു ചെയ്യണം, എന്തു ചെയ്തുകൂടാ, എന്തിനാണ് ശിക്ഷ, എന്തിനാണ് പ്രതിഫലം, അള്ളാഹു കൃത്യമായ തെളിവുകളോടുകൂടി നമ്മിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുർസലീങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മുർസലീങ്ങളുടെ ദൗത്യം. ശരി, അടുത്ത വാചകം എന്താണ്? ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ശേഷം പറഞ്ഞു, വഅവ്വലുഹും നൂഹുൻ അലൈഹി സ്വലാത്തു വസ്സലാം. മുർസലീങ്ങൾ അവരുടെ ദൗത്യം എന്താണെന്ന് പറഞ്ഞു? സന്തോഷവാർത്ത അറിയിക്കലും താക്കീത് ചെയ്യലുമാണ്. നന്മകളെ തൊട്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നു, തിന്മകളിൽ നിന്ന് താക്കീത് ചെയ്യുന്നു, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു. ഇതാണ് മുർസലീങ്ങളുടെ ദൗത്യം. അതിനുള്ള തെളിവ് പറഞ്ഞു, വഅവ്വലുഹും, ആ മുർസലീങ്ങളിൽ ഒന്നാമത്തെ ആൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വആഖിറുഹും, അതിൽ അവസാനത്തെ ആൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഹുവ ഖാതമുൻ നബിയീൻ, അദ്ദേഹം അവസാനത്തെ നബിയാണ്. ലാ നബിയ ബഅദ, ആ നബിക്ക് ശേഷം ഇനിയൊരു നബിയില്ല. വദ്ദലീലു ഖൗലുഹു തആല, ഓരോ വാചകത്തിനും തെളിവ് ഉദ്ധരിക്കുകയാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ രചനകളുടെ പ്രത്യേകതയാണ് അദ്ദേഹം എന്തു വാക്ക് പറഞ്ഞാലും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ പറയൂ. ഈ മനുഷ്യനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ പുരോഹിതവർഗം, ജൂതച്ചാരൻ, അതുപോലെ തന്നെ ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുന്നവൻ, അദ്ദേഹം കാഴ്ചവെച്ച ദഅവത്തും അദ്ദേഹത്തിന്റെ കിതാബുകളും പഠിപ്പിക്കുന്നവരെ വഹാബികൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഈ മനുഷ്യനെയാണ് ദജ്ജാൽ എന്നൊരു വിളിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. ഇദ്ദേഹത്തെ തക്ഫീർ ചെയ്യുന്നവരുണ്ട്, കാഫിർ എന്ന് വിളിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അദ്ദേഹത്തിലൂടെ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനത്തെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖ് അതിനും തെളിവാണ്. ഇത് വെറുതെ പറഞ്ഞാൽ മതി. മുസ്ലിം മതത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അവസാനത്തെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും, ഒരു സാമാന്യ മുസ്ലിം, ഒരു കോമൺ മുസ്ലിം ഇതിനെതിർക്കോ? എന്നിട്ട് പോലും അതിന് ഷെയ്ഖ് തെളിവ് കൊണ്ടുവരാണ്. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്ത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളെല്ലാം മരിച്ചു പോയിട്ടുണ്ട്, അവരധികം ജീവിച്ചിട്ടില്ല. വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. സെയ്ദ് റളിയല്ലാഹു അൻഹു
നബിയുടെ പുത്രനാണ് എന്ന ആക്ഷേപത്തിന് മറുപടി പറയുന്ന ആയത്തുകളിൽ ഒന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല, വലാകിർ റസൂലല്ലാഹ്, മറിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖാതമൻ നബിയീൻ, അമ്പിയാക്കളിൽ അവസാനിയാണ്. വദ്ദലീലു അല അന്ന അവ്വലഹും നൂഹ്, ഷെയ്ഖ് പിന്നെ പറയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുർസലീങ്ങളിൽ ഒന്നാമനാണ് എന്ന് പറയാനുള്ള തെളിവ് എന്താണ്? ഇപ്പൊ സൂചിപ്പിച്ച ആയത്തിൽ എന്താ തെളിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ റസൂലാണ് എന്നുള്ള തെളിവ് എന്താണ്? സൂറത്തു നിസായിലെ 163 ആയത്ത്, ഇന്ന ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലേ താങ്കൾക്ക് നാം ഇതാ വഹി നൽകിയിരിക്കുന്നു. ഇന്ന ഔഹൈനാ ഇലൈക, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹിന് നാം മുൻപ് വഹി നൽകിയതുപോലെ, വന്നബിയ്യീന മിൻ ബഅദി, നൂഹിന് ശേഷം അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു നബിമാർക്കും വഹി നൽകിയതുപോലെ. അപ്പൊ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആദ്യം വഹി നൽകിയത് റസൂലായി. ആദ്യത്തെ റസൂൽ നൂഹാണ്, അവസാനത്തെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് വഹി നൽകിയതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി നൽകിയെന്ന് പറഞ്ഞത്. അപ്പൊ നബിയോട് താങ്കൾക്ക് വഹി നൽകിയതുപോലെ മുൻപ് നൂഹ് നബിക്ക് വഹി നൽകിയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവസാനത്തെ നബി നബിയായതുകൊണ്ടും ആദ്യത്തെ നബി നൂഹ് നബിക്ക് നൽകിയതുപോലെ നൂഹ് നബിയുടെ തന്നെ പേര് പറയാൻ കാരണം എന്താ? ആദ്യത്തെ റസൂൽ, ആദ്യത്തെ നബി ആദ്യ നബിയാണ്, ആദ്യത്തെ റസൂൽ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന സൂചന അതിലുണ്ട് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ശേഷം പറഞ്ഞു വന്നബിയ്യീന മിൻ ബഅദി, അദ്ദേഹത്തിന് ശേഷം മറ്റു നബിമാർക്കും അല്ലാഹു വഹി നൽകിയിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ നബി ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അവസാനത്തെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ ഗ്രന്ഥത്തിലെ അവസാനത്തെ ഭാഗം നമുക്ക് അടുത്തയാഴ്ച വിശദീകരിക്കാം. ഒരുപക്ഷെ അടുത്തയാഴ്ച നമ്മൾ ഈ കിതാബിന്റെ അവസാനമായിരിക്കും. സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.